ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ജ്യൂസുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതൊരു ഹെൽത്തി ജ്യൂസാണ്, ഗ്രീൻ ജ്യൂസ്. ഗ്രീൻ ജ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫുൾ എല്ലാം നമ്മുടെ ഗ്രീൻ കളർ ഇത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാഴ്സ്ലി ലീവ്സ്, സ്പിനാച്ച്, കുക്കുംബർ, ഗ്രീൻ ആപ്പിൾ, പിന്നെ ഞാൻ ജിഞ്ചറും ലെമണും കൂടെ ചേർക്കും, കൊറിയാണ്ടർ ലീവ്സ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൊറിയാണ്ടർ ലീവ്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, മല്ലിയിലയാണ് കൊറിയാണ്ടർ ലീവ്സ് എന്ന് പറയുന്നത്. വേണ്ടേ, ഇതാണ് മല്ലിയില. കൊറിയാണ്ടർ ലീവ്സ് എന്ന് പറയുന്നത് മല്ലിയില ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡിലൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല എത്രത്തോളം ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അറിയുമെന്ന് എനിക്കറിയില്ല. മല്ലിയില എന്ന് പറയുന്നത് നമ്മുടെ ബാഡ് കൊളസ്ട്രോളിന് ഒരു പരിധിയിലേറെ അത് കുറയ്ക്കും. പ്ലസ് നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് ഒത്തിരി നല്ലൊരു സംഭവമാണ് കൊറിയാണ്ടർ ലീവ്സ്. ഓക്കെ, അത് കൂടാണ്ട് ഡൈജഷൻ, നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊറിയാണ്ടർ ലീവ്സ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് കൊറിയാണ്ടർ. ഞാൻ ഇച്ചിരി കൊറിയാണ്ടറിൽ ഇച്ചിരി കശപ്പുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്കത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ എന്ന് പറയുന്നത് പാഴ്സ്ലി ലീവ്സ്. പാഴ്സ്ലി ലീവ്സ് ഇതുണ്ടോ, ഇതാണ് പാഴ്സ്ലി ലീവ്സ് എന്ന് പറയുന്നത്. പാഴ്സ്ലി ലീവ്സ് എന്ന് പറയുന്നത് ഇത് മെയിൻലി നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ അങ്ങനെ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ സംഭവം ഇല്ലാതെ ഒരു ഭക്ഷണം ഇല്ല. സാലഡ് ആണെങ്കിലും എന്താണെങ്കിലും അവരിത് ഇൻക്ലൂഡ് ചെയ്യും. ബിക്കോസ് ഇത് അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, BP മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലസ് നമ്മുടെ ഗട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റമക്കിനകത്തുള്ള എല്ലാ രീതിയിലുമുള്ള പ്രോബ്ലംസിന് ഒരുവിധം ഒരു പാഴ്സ്ലി ലീവ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ക്യാൻസർ സെൽസിനെ വരെ ഫൈറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സംഭവമാണ്. റാഡിക്കൽ സെൽസ്, അതായത് ക്യാൻസർ ഉണ്ടാകുന്ന റാഡിക്കൽ സെൽസിനെ വരെ ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയുന്നതാണ് സ്റ്റഡീസ് പ്രൂവൺ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്തെല്ലാം ഗ്രീൻ ലീവ്സിനകത്തെല്ലാം വൈറ്റമിൻ A അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വൈറ്റമിൻ A. പിന്നെ പാഴ്സ്ലി ലീവ്സിനകത്ത് വൈറ്റമിൻ A, വൈറ്റമിൻ C ആൻഡ് വൈറ്റമിൻ K. വൈറ്റമിൻ A നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒബ്വിയസ്ലി നമ്മുടെ വിഷന് വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു സംഭവമാണ്. വൈറ്റമിൻ C അറിയാമല്ലോ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും സ്കിന്നിന് നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. പിന്നെ വൈറ്റമിൻ K എന്ന് പറയുന്നത് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട്, അറിയാലോ, ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ K. കണ്ടെയ്ൻസ് മോർ ന്യൂട്രിയൻസ് ആണ് കേട്ടോ. പിന്നെ സ്പിനാച്ച് നമ്മുടെ നാട്ടിൽ ചീര, എനിക്കിവിടെ പാലക് ചീര പോലത്തെ ഇതാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഈ ചീര എടുക്കുന്നത്. സോ ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇതുണ്ടാകുന്നത്. പിന്നെ ക്യൂക്കുംബർ, ഞാൻ 2 ക്യൂക്കുംബറാണ് എടുത്തേക്കുന്നത്, ഗ്രീൻ കളർ, നല്ല ഗ്രീൻ കളർ നോക്കിയാണ്. പീൽ ചെയ്യരുത്, ഈ സ്കിന്നോട് കൂടി വേണം നമ്മളെല്ലാം ചെയ്യാൻ. നെവർ പീൽ ദിസ്. ഓക്കെ. പിന്നെ ഗ്രീൻ ആപ്പിൾ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയാം. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കണ്ടൻസ് കാണിച്ചു തന്നെ. പിന്നെ ഞാൻ ലെമൺ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജിഞ്ചർ. ഈ ജിഞ്ചറും ലെമണും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. പിന്നെ കുക്കുംബർ നിങ്ങൾക്കറിയാം 90% വാട്ടർ കണ്ടൻറ്റ് ഉള്ളൊരു വെജാണ് കുക്കുംബർ. ഓക്കെ, 90% വാട്ടർ കണ്ടൻറ്റ് ഉള്ളൊരു സംഭവമാണ് കുക്കുംബർ. കുക്കുംബറിനകത്ത് നമ്മുടെ എക്സ്പെഷ്യലി നമ്മൾ കൂടുതലായിട്ടും വരുന്ന ഇത്രയും വാട്ടർ കണ്ടൻറ്റ് അതർ ദാൻ വാട്ടർ മെലൺ, നമുക്ക് കുക്കുംബറിലാണ് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളത്. ഇത് നമ്മൾ അത്രമാത്രം കഴിക്കുമോ അത്രയും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ വെച്ചേക്കും. അത്രയും ഹൈഡ്രേഷൻ ഉള്ള ഒരു വെജാണിത്. ഓക്കെ. പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് കുക്കുംബർ. 2 പീസ് കഴിച്ച് കഴിഞ്ഞാൽ ഫീൽ ഫുള്ളാണ്, അത്രയും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. പ്ലസ് നമുക്ക് നല്ല ഫുൾ ഫീലിംഗ് ആണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കില്ല, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മലബന്ധം ഉണ്ടാവില്ല. ഓക്കെ, അത് പോരാഞ്ഞിട്ട് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ് ഉള്ളൊരു വെജാണ്. ഒബ്വിയസ്ലി സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോഴേക്കും നല്ല സ്കിൻ നല്ല പളപളാവുന്നതിന് റീസൺ ഇതാണ്. ഓക്കെ. പിന്നെ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് സെയിം തിങ്, ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ് ഉള്ളതാണ്. പ്ലസ് നമുക്ക് ഒരുപാട് വെയിറ്റ് കുറയ്ക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഫ്രൂട്ടാണ് ഗ്രീൻ ആപ്പിൾ. ബിക്കോസ് അതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് കുറവാണ്. പിന്നെ എനർജി ലെവൽ കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഇത്. ജിഞ്ചർ
അതായത് നമ്മുടെ ഇഞ്ചി എന്ന് പറയുന്നത് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഹാർട്ട് ഡിസീസ് കൺട്രോൾ ചെയ്യും. പിന്നെ പോരാഞ്ഞിട്ട് ദഹന പ്രക്രിയയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ ചെയ്യുന്നൊരു സംഭവമാണ് ജിഞ്ചർ. ലെമൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വൈറ്റമിൻ സി കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അതും ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന് നല്ലതാണ്. പ്ലസ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റാണ്. നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ നാരങ്ങ ഉപയോഗിച്ച് നിങ്ങൾക്കറിയാം, ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ അതങ്ങ് തേച്ച് പളവളാന്ന് നിൽക്കും. സോ സെയിം തിങ്ങാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയാലും നമ്മുടെ ശരീരത്തിനുള്ളിനകത്ത് ഫുള്ളായിട്ട് അത് ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നൊരു സംഭവമാണ് ലെമൺ. ഓക്കെ. പ്ലസ് ഇതിന് സിട്രസ് ആക്സിഡിൻ്റെ എഫക്റ്റ് ഉള്ളത് കൂടി കാരണം നമ്മുടെ കിഡ്നി സ്റ്റോൺസിനെയൊക്കെ ഒരുവിധം ഇതാക്കുന്നതാണ് സ്റ്റഡീസ് പറയുന്നത്. ബട്ട് എത്രത്തോളം 100% ഷ്യൂരിറ്റി ഇല്ല. സ്റ്റിൽ സ്റ്റഡീസ് ആർ ഓൺ ഗോയിങ്. ഓക്കെ. സോ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാതെ വേണം ഉണ്ടാക്കാൻ. ജ്യൂസർ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ജ്യൂസർ അവൈലബിൾ ആണെങ്കിൽ നല്ലതാണ്. പിന്നെ ജ്യൂസർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കുംബർ മാത്രം ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം, കാരണം ഓൾറെഡി കുക്കുംബറിൽ വെള്ളമുണ്ട്. സോ ഇച്ചിരി അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇച്ചിരി വെള്ളം ഒഴിക്കുക. അത് ക്രഷായി വരുമ്പോഴേക്കും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചിട്ട്, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ജസ്റ്റ് അത് ക്രഷാകാൻ വേണ്ടി മാത്രം കുക്കുംബർ, കാരണം കുക്കുംബറിൽ വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ കരഞ്ഞോളും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ നല്ല രീതിയിലൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഓക്കെ. സോ ഇപ്പം ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ഏർലി മോർണിംഗ് എംപ്റ്റി സ്റ്റമക്ക് കുടിക്കുന്നതാണ് വളരെ നല്ലത്. ഓക്കെ. എബോവ് 45 ഇയേഴ്സ് ഉള്ള എല്ലാവർക്കും ഇത് ഞാൻ പ്രിഫർ ചെയ്യും. ബിക്കോസ് അത്രമാത്രം ന്യൂട്രിയൻ കണ്ടൻ്റ് ഉള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് അത് കുടിച്ച് കഴിയുമ്പോൾ എന്താണ് ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. പ്ലസ് അതില്ലാണ്ട് നിങ്ങൾക്ക് അത്രയും ഹെൽത്തി ആയിട്ട് വെക്കുന്നൊരു സാധനമാണ്. ഓക്കെ. കാരണം എല്ലാം ഓർഗാനിക്കാണ്. നമ്മൾ ഒന്നും കെമിക്കലായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. എല്ലാം ഓർഗാനിക് സാധനങ്ങളാണ്, വെജിറ്റബിൾസ് എല്ലാം തന്നെ. ഓക്കെ. പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന വെജിറ്റബിൾസ് ആണ്. അങ്ങനെ ഇപ്പോൾ എനിക്കിവിടെ അങ്ങനെയുള്ളതേ കിട്ടാറുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടിയിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടാണ് ഞാനത് എടുക്കുന്നത്. കാരണം പെസ്റ്റിസൈഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ടാണ് ഒരു അരമണിക്കൂറോളം ഞാൻ മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നിങ്ങളുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവരും, എക്സ്പെഷ്യലി 45 ഏജിന് എബോ ഉള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ചവർപ്പ് ഉണ്ടാകും. ഒബ്വിയസ്ലി ഗ്രീൻ ആണ്, ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ചവർപ്പ് ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് ഒഴിച്ച് കുടിക്കാം. പിന്നെ ചിലർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കുന്നവരുണ്ട്. സോ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങളിത് കുടിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏർലി മോർണിംഗ് തന്നെ കുടിക്കാനാണ്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. സോ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഷോർട്സിൽ ഇതിൻ്റെ ഫൈനലായിട്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്തിടുന്നത് ഞാൻ ഇട്ടേക്കാം. കഴിയുമെങ്കിൽ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.